കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന യൂട്യൂബ് ചാനൽ മീഡിയയിൽ ഇതിൻ്റെ അവസരമൊരുക്കിയ ബഹുമാനീയ കർത്താവിൻ്റെ ദാസന്മാരുള്ള നന്ദി വിതരണത്തിന് ഓർപ്പെടുത്തുകയാണ്. എളിയവൻ്റെ ഒരു സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ശരണപ്പെടുന്നു. ഈ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന ദൈവനാമത്തിൽ ഞാൻ ഓർപ്പെടുത്തുകയാണ്. എല്ലാവരും ദൈവം ഒരുപോലെ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഞാൻ അടൂർ കണ്ണങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഹൈന്ദവ മാതാപിതാക്കൾക്ക് ജനിക്കപ്പെട്ടു. എൻ്റെ മാതാവും പിതാവും ഒക്കെ അവർ ഞങ്ങളുടേതായ സമുദായം അനുസരിച്ച് ഞങ്ങളുടെ ജ്യോത്സ്യ പരിപാടികളാണ് എൻ്റെ മാതാവ് പിതാവൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അത് കണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ മുതൽ വളർന്നത്. എനിക്കും അങ്ങനെ ആയിത്തീരണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മക്കൾ 6 പേരാണ്. 3 ആണും 3 പെണ്ണുമാണ്. ഇപ്പോൾ ഞാൻ പാർക്കുന്നത് അടൂർ മിത്രപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് വിവാഹം കഴിച്ച് അവിടെ താമസിക്കുന്നു. സുവിശേഷ വിലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇന്നയോളം 24 വർഷത്തോളം ആകുന്നു ഈ ദൈവത്തെ കണ്ടുമുട്ടുവാനിടയായി തീർന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു വ്യക്തിയാണ്. കാരണം അന്ന് നിരവധിയായ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് ഈ മീഡിയയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിങ്ങനെ ഈ ക്രൈസ്തവ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓർക്കാറുണ്ട്. ചില പാട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുകയാണ്. അന്ന് ദൈവത്തെ അറിയാത്ത കാലങ്ങളിൽ ഞാൻ നടന്ന വഴികളും ഒക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഈ ക്രൈസ്തവ അനേക അഭിഷിക്തന്മാർ പ്രിയപ്പെട്ടവരൊക്കെ നല്ല ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞാനായിരിക്കുന്നു. ഇന്ന് വളരെ ചിന്തിപ്പിച്ച ഒരു പാട്ടിൻ്റെ അടി ഇങ്ങനെയാണ്: അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നു വന്നാരകാമതിൽ. എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ഗാനം കൂടിയാണത്. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ മരിച്ചു പോയായിരുന്നെങ്കിൽ ഇന്ന് ഈ ക്രിസ്തുവിനെ എനിക്ക് അറിയാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഓർക്കുന്നു, എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മകളുടെ പേര് വിദ്യാപ്രസാദ്, മകൻ്റെ പേര് വിനുപ്രസാദ്. ഞാൻ അന്ന് മരിച്ചു പോയായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ നല്ല ക്രിസ്തുവിനെ കാണാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഈ സത്യമാർഗമാണ് എന്നെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. കാരണം അന്ന് എൻ്റെ ജീവിതത്തിൽ നിരവധിയായിരിക്കുന്ന കേസുകൾക്ക് ഞാൻ പ്രതിയായിരിക്കുന്നൊരു സമയമാണ്. അന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത് കൈപ്പുട്ടൂർ ആറ്റിൽ വെള്ളം പൊങ്ങിയപ്പോൾ പാലത്തിൽ നിന്ന് എടുത്ത് ചാടി ചാവാൻ വേണ്ടി തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ ജോലിക്കിടയിൽ നിന്ന് തന്നെ മരിച്ച് ലോകത്തിന് മാറ്റപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചു പറയുകയും ഞാൻ ആ മരണം ഞാൻ മരിക്കാൻ തീരുമാനിച്ചത് മാറ്റി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് അവിടേക്ക് ഞാൻ ട്രിവാൻഡ്രത്തിന് പ്രദേശത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടുള്ള ഗുണം മരണത്തിൽ നിന്ന് ജയിക്കുവാനിടയായി തീർന്നു. അപ്പോൾ മരണത്തിൽ നിന്ന് ജയിച്ച ക്രിസ്തുവിനെയാണ് ഞാനിപ്പോൾ ആരാധിക്കുന്നത്. അനേക ഇടങ്ങളിൽ ചെന്ന് കർത്താവിനെ സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ കടന്നു വരികയാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ മരിക്കാനിരുന്ന വ്യക്തിയായ എന്നെ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രമാണത്തിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് ഒരു അവസരമൊരുക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിത്യനരകത്തിലേക്ക് പോകാനിരുന്ന ഞാൻ സ്വർഗത്തിലേക്കാക്കി വെച്ച ക്രിസ്തുവിനെ സാക്ഷീകരിപ്പാൻ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ വിവിധ ഇടങ്ങളിൽ ചെന്ന് ഈ വഴിത്തെരുവുകളിലൊക്കെ നിന്ന് സുവിശേഷ ഈ
പരസ്യ മീറ്റിങ്ങുകൾ ചെയ്യാറുണ്ട്. ആമീൻ. അതുമാത്രമല്ല അനേകടങ്ങളിൽ ചെന്ന് കൃപാവര ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. ആമീൻ. ദൈവം ഏൽപ്പിച്ചത് അന്നും ഇന്നും ആമീൻ വളരെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ അതിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ, അവൻ കപടങ്ങൾ, കള്ളങ്ങൾ, മറ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും പറയാതെ ഈ ക്രിസ്തുവിനെ ഞാൻ സാക്ഷീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ഞാൻ താമസിക്കുന്ന അവൻ ചുറ്റുപാട് വന്ന് കണ്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആമീൻ. ക്രിസ്തു എന്നെ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ ആമീൻ പണമോ ആമീൻ മറ്റ് അവൻ ആഡംബരമോ ഒന്നും ആമീൻ നോക്കാതെ തന്നെ ഈ നല്ല പ്രമാണത്തെ ആമീൻ എന്നും ആമീൻ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അനേകർക്ക് സാക്ഷിയാകുമെന്ന്, അനേകർക്ക് വേണ്ടി ആമീൻ പ്രവർത്തിക്കും, പ്രാർത്ഥിക്കുമെന്നുള്ളൊരു ആഹ്വാനം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. പ്രിയമുള്ളവരെ, അന്ന് ഞാൻ ആമീൻ രക്ഷിക്കപ്പെട്ടു വരുന്നതിന് മുമ്പ് ഞാൻ നിരവധി കേസുകൾക്ക് പ്രതിയായിരുന്നു. ജാമ്യം പോലും കിട്ടാത്ത കേസുകൾക്ക് പ്രതി. ഞാൻ അറിഞ്ഞും അറിയാതെ നിരവധിയായ കേസുകളിൽ എന്നെ പ്രതിയാക്കി. ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരവസാനമായി തീരുന്നത്? കാരണം മാസങ്ങളിൽ കോടതികളിൽ കയറിയിറങ്ങി വക്കീലിനും ഗുമസ്തനും ഒക്കെ പൈസ കൊടുത്ത് അങ്ങനെയുള്ള കേസുകൾ സമൂഹം എന്നെ ആ കാലങ്ങളിൽ എന്നെ വേർതിരിച്ചിരുന്നത് ഇങ്ങനെയാണ്. 7 മാസം ഗർഭിണിയായ പെണ്ണിനെ തൊഴിച്ചതിൻ്റെ 1-ാം പ്രതിയായിട്ട് എന്നെ കണ്ടിരിക്കുന്നു. തീവെപ്പ് കേസിൻ്റെ 1-ാം പ്രതിയായിട്ട് എന്നെ കണ്ടിരിക്കുന്നു. നിരവധി പ്രശ്നങ്ങൾക്ക്, ചെറിയ ചെറിയ വിഷയങ്ങൾക്കെല്ലാം പ്രതികളായി എന്നെ മുദ്ര കുത്തി മാസങ്ങളോളം, ഞാൻ വർഷങ്ങളോളം കോടതികളിൽ കയറിയിറങ്ങിയപ്പോൾ ഞാൻ പല പ്രാവശ്യം ഓർക്കാറുണ്ട്, ഇനി മരിക്കയല്ലാതെ എൻ്റെ ജീവിതത്തിന് വേറെ ഒരു വഴിയില്ല എന്ന് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ പറയട്ടെ, ഈ കർത്താവിനെ കണ്ടുമുട്ടിയ നാളിൽ 2021 രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടാനും ഒക്കെ ദൈവം അവസരമൊരുക്കിയത്. ആ കാലങ്ങളിൽ ദൈവത്തോട് ചേർന്നിരുന്ന് കരഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. കർത്താവെ, ഈ കേസിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കിയ, ഈ കേസിൽ നിന്ന് എനിക്കൊരു വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ തന്നാൽ ഈ പുസ്തകം എടുത്തുകൊണ്ട് ഞാൻ അനേകർക്ക് സാക്ഷിയായിക്കൊള്ളാമെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് കരഞ്ഞ് പറയാനിടയായി തീർന്നു. നോക്കണമേ, എൻ്റെ ആ സാക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ ആ കരച്ചിൽ കണ്ടിട്ട് ദൈവം ഒരു വലിയ തീരുമാനമെടുത്തു. കാരണം ഈ വിഷയത്തിൽ നിന്ന് എനിക്കൊരു നല്ല വിടുതൽ തരുവാൻ വേണ്ടി. അങ്ങനെയാണ് ഈ കേസിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറുവേണ്ടത്. എൻ്റെ ജീവിതത്തിൽ കേസുകൾ ഒഴിഞ്ഞു മാറി തീർന്നപ്പോൾ ഞാൻ ആത്മാർത്ഥയായിട്ട് ഈ ദൈവത്തെ ഞാൻ സ്തുതിച്ചു. കാരണം എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾക്ക് എൻ്റെ ദൈവം നിസാരമായിട്ട് എടുത്തു കളഞ്ഞപ്പോൾ എനിക്കൊരു കാര്യമുണ്ട്, ഒരു കാര്യം എനിക്ക് ഓർക്കാനിടയായി തീർന്നു. ഈ ഭൂലോകത്ത് ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദൈവമുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ സാക്ഷീകരിപ്പാൻ എവിടെയും ഞാൻ തയ്യാറാണ്. കഴിഞ്ഞ ദിവസങ്ങൾ വരെയും പരിശോധനകൾ ചെയ്തെടുത്ത് മദ്യവെച്ചിട്ട് ആൾക്കാർ പ്രശ്നമുണ്ടാക്കി അടിക്കാൻ അറിയാമയ്യാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അറിയാമയ്യാഞ്ഞിട്ടല്ല. പക്ഷേ ഇതെല്ലാം വിട്ട് വിരിഞ്ഞ് എല്ലാം നല്ലതെന്ന് പറഞ്ഞ് ക്രിസ്തുവിലേക്ക് ചേർന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നല്ല അനുഭവം പറയുവാനുണ്ട്. പ്രിയമുള്ളവരെ, പറയട്ടെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ എൻ്റെ ജീവിതത്തിൽ അവസരമൊരുക്കിയത്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഭാരപ്പെട്ട് കരഞ്ഞ സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കുക്കു സാഹിബിൻ്റെ കാലം മുതൽ അടൂർ എന്ന് പറയുന്ന മിത്രപുരത്ത് നിരവധിയായ ബന്ധക്കോസുകാർ തിങ്ങിപ്പാർക്കുന്ന അനേക ബന്ധക്കോസ് പ്രസ്ഥാനങ്ങളുള്ള ഒരു ഏരിയയാണ് ഞങ്ങളുടെ ഏരിയ. പക്ഷേ അവിടെ പട്ടിണി കിടന്നത് മറ്റാരും അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ ദൈവം അതറിഞ്ഞു എന്നുള്ളത് എനിക്ക് ബോധ്യമാകുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ സാക്ഷീകരിപ്പാൻ വേണ്ടി എൻ്റെ ഭൗതികമായ ജോലികളൊക്കെ വെടിഞ്ഞ് ഞാൻ അനേകയിടങ്ങളിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആരുടെയും നന്മ ഇച്ഛിക്കാതെ ഈ സുവിശേഷം പറയുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് അയക്കുന്ന ഇടങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷീകരിച്ചു കൊണ്ട് വരികയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ നല്ല അനുഭവം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയത്തില്ല. കാരണം കോടതി വിധി വരും. എന്താ കോടതി വിധി വരുന്നത്? വർഷങ്ങളോളം ജയിലിൽ കിടക്കുവാൻ. കാരണം 7 മാസം ഗർഭിണിയായ പെണ്ണിനെ തൊഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസ്. മറ്റേത് തീവെപ്പ് കേസ്. നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യയിൽ
ഭാരപ്പെട്ട് ആമൻ മരിക്കുവാനിരുന്നപ്പോൾ എൻ്റെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് ആമൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു എത്ര ആമൻ മഹാനായ ദൈവമാണ്. ആമൻ ആ ദൈവത്തെ ആമൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ആമൻ പങ്കുവെക്കുവാൻ അവസരം ഒരുക്കി തന്നെ ഞാൻ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം തരാൻ ആമൻ പ്രാപ്തിയുള്ള കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആമൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ആമൻ ഇന്ന് പകലിൽ ആമൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ആമൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആമൻ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ ഈ യേശു ക്രിസ്തു മതിയായ ദൈവമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആമൻ നീ ഒരുപക്ഷെ ഗുണ്ടയായിരിക്കാം, ഒരുപക്ഷെ നീ ലോകത്തറിയപ്പെടുന്ന മറ്റു തരത്തിലുള്ള ഒരു ഭാവിയായിരിക്കാം. പക്ഷേ ആമൻ സ്നേഹിത സഹോദര സഹോദരി, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ നിൻ്റെ ജീവിതത്തിൽ ഈ മീഡിയയിലൂടെ ഒരവസരം തരികയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ഒരു നല്ല അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഒരുക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഒരു നല്ല അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പറയട്ടെ, എൻ്റെ മാതാവും പിതാവും ജ്യോത്സ്യ ജോലികൾ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു ദൈവമുണ്ടെങ്കിൽ അത് ഹൈന്ദവരുടെ ദൈവമാണ് എന്നാണ് അവർ പറഞ്ഞത്. അവർ പഠിപ്പിച്ചത്. പക്ഷേ ആ ദൈവത്തെ അറിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഭൂലോകത്തെ സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവിൻ്റെ ഒരൊറ്റ വാക്കിനാലാണ് സകലതും ഉളവായി തീർന്നത്. അതുമാത്രമല്ല, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് വന്നവരുടെ കൂട്ടത്തിൽ നസറയനായ യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാപികളെ രക്ഷിക്കുവാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആമീൻ. മാന്ത്രിക ഈ മന്ത്രവാദവും എന്നല്ലെങ്കിൽ ഇങ്ങനെ ജ്യോത്സ്യം എന്നൊക്കെ പറയുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അമ്മയും അപ്പനും ഒക്കെ അത് കണ്ട് അവർ ചെയ്യുന്നത് കണ്ട് ഞാൻ വിശ്വസിച്ചു ഇത് തന്നെയാണ് നല്ല മാർഗമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഭവനത്തിൽ സമാധാനമില്ലാതെ ആയ ഒരു കാലമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിലുള്ള അപ്പനും അമ്മയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കും സമാധാനമില്ലാതെ വീട് കുപ്പക്കുഴിയായി അവിടെ നിന്ന് ആ ദേശം വിട്ട് മറ്റു ദേശത്തേക്ക് മാറി പാർക്കുവാനിടയായി തീർന്നു. ഒന്നല്ല 6-7 ഇടങ്ങളിൽ മാറി പാർത്തു. മാറി പാർത്തതിന് ശേഷമാണ് അത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ യേശുവിനെ അറിയാനിടയായി തീർന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ സാരമെന്ന് പറഞ്ഞാൽ അങ്ങനെ ദൈവമെന്ന് പറഞ്ഞ് അനേകരെ വഴിതെറ്റിച്ച് പൂജകർമ്മങ്ങളും ഒക്കെ ചെയ്ത് അവരുടെ ശ്രദ്ധ പിടിച്ചു മാറ്റി അവരുടെ സാമ്പത്തിക നന്മകൾ വാങ്ങിച്ചുകൊണ്ട് ജീവിച്ച ഒരു കാലം എൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ അവർ യേശുവിനെ അറിയാൻ അവർക്ക് മുഖാന്തരം ഒരുക്കിയില്ല. അവർ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോയി. എന്നാൽ ഞങ്ങൾ 6 മക്കളിൽ രണ്ടാമത്തവനാണ് ഞാൻ. എനിക്ക് ഈ യേശുവിനെ അറിയാൻ ദൈവം ഒരു അവസരമൊരുക്കി. അനേകർ പറഞ്ഞു ഗോപിയുടെ മകൻ അല്ലെ കുഞ്ഞിക്കറമ്പിയുടെ മകൻ ഇവൻ കുടിയനാണ്, ഇവൻ മദ്യപാനിയാണ്, ഇവൻ ഇങ്ങനെയൊക്കെ കേട് ലിസ്റ്റിൽ പേര് വന്നവനാണ്. പക്ഷേ ഇവനെ കൊണ്ട് ഇനി ഒന്നിനും കഴിയത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല, ലോകത്തിൽ ഇനിയും യാതൊരു ഒരു നല്ല മനുഷ്യരുടെ മുന്നിൽ നിൽക്കാൻ വേണ്ടി യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ സമൂഹത്തിൻ്റെ മുൻപിൽ യോഗ്യനായി നിർത്തിയ ഒരു ദൈവമുണ്ട്. ഞാനിപ്പോൾ അറിഞ്ഞ എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ രക്ഷകനെ അറിഞ്ഞതുകൊണ്ടാണ് എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. നിരന്തരം മദ്യവെച്ചിട്ട് തലയ്ക്ക് പിടിക്കുന്നില്ല, മദ്യവെച്ചിട്ട് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ലഹരി പിടിക്കുന്നില്ല. അത്രയ്ക്ക് പൈശാചികമായ ഒരു ഇടപാടിലേക്ക് എൻ്റെ ജീവിതം നീങ്ങിക്കൊണ്ടിരുന്നു. ദിനംതോറും കയ്യിൽ കിട്ടുന്ന സകല സാമ്പത്തികങ്ങളും മദ്യവെച്ച് മതോമധ്യനായിക്കൊണ്ട് വീട് തോറും വീട്ടിൽ നിന്ന് ഇറങ്ങി ആഴ്ചകൾ കഴിഞ്ഞ് വീട്ടിൽ കയറി വരികയാണ്. ഭക്ഷണം കഴിക്കാതെ അങ്ങനെ നടന്നൊരു കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ തന്നെ പറയും, ഭാര്യ വിവാഹം കഴിച്ചതിന് ശേഷം തന്നെ ഒരു ഓണത്തിന് തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി വന്നത്. കാരണം മദ്യത്തിൻ്റെ ലഹരികളിൽ ഭക്ഷണങ്ങൾ കഴിക്കാതെ ആ പൈശാചികമായ ആ തന്ത്രത്തിലേക്ക് നീങ്ങുവാൻ
നീങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം മാറ്റിമറിച്ച് ആമേൻ ഒരു നല്ല സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ആമേൻ ഈ ക്രിസ്തുവിനെ അറിഞ്ഞതിൽ എനിക്ക് സാധിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ തരക്കാരായിരിക്കുന്ന അനേകരോട് ഞാൻ പറയുന്നുണ്ട്, ആമേൻ യേശു ക്രിസ്തുവാണ് ദൈവം. ആമേൻ നിങ്ങളുടെ മദ്യപാനങ്ങളും ആമേൻ നിങ്ങളുടെ പുകവലിയായിരിക്കട്ടെ, ലഹരി പദാർത്ഥങ്ങളായിരിക്കട്ടെ, അതിൽ നിന്ന് ആമേൻ നിങ്ങൾക്ക് മോചനാകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന ഞങ്ങൾ അറിയുന്ന യേശു ക്രിസ്തുവാണ്. ആ രക്ഷകനെ ആമേൻ ഇന്ന് പകൽക്കാലം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരിക്കൽ കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ആമേൻ അത് മറ്റാരുമല്ല, ആമേൻ നസറേയനായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് എനിക്ക് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ആമേൻ ആ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ആമേൻ അനേകർ പറഞ്ഞു അവൻ മതം മാറിപ്പോയി, അവൻ ഇങ്ങനെ പോയി അങ്ങനെ പോയി എന്നൊക്കെ ആമേൻ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാരൊക്കെ പറഞ്ഞു. പക്ഷേ ആമേൻ അവരുടെ മധ്യയിൽ ആമേൻ അവരുടെ എല്ലാം ആമേൻ തലമുറകൾ നഷ്ടപ്പെട്ട് അവരുടെ എല്ലാം തലമുറകൾ പല സ്വഭാവത്തിൽ ആമേൻ ലോകത്തിൻ്റെ സ്വഭാവത്തിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ പറയട്ടെ, ആമേൻ ഈ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ആമേൻ ജീവിതത്തിന് നല്ല അനുഭവങ്ങൾ ആമേൻ അറിയുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, പ്രിയ സ്നേഹിത, ആമേൻ എന്നെ ശ്രദ്ധിക്കുന്ന ആമേൻ പ്രിയ സ്നേഹിത, ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല അനുഭവം കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ എന്നോട് എൻ്റെ വക്കീൽ ഇങ്ങനെ വിളിച്ചു പറയാനിടയായി തീർന്നു. ആ കാലങ്ങളിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വക്കീൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പ്രസാദേ കുറേ സാമ്പത്തികങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. സാമ്പത്തികങ്ങൾ കൊടുത്ത് നമുക്ക് ഈ വിഷയങ്ങൾക്ക് ഒഴിവാകാൻ ഒരു സാധ്യതയുണ്ട് എന്ന് പറയാനിടയായി തീർന്നു. പ്രിയ സ്നേഹിതന്മാരെ, സഹോദരങ്ങളെ, സാമ്പത്തികമില്ലാതിരിക്കുന്ന ഒരു കാലമാണ് ആ കാലങ്ങളിൽ. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ആ കാലങ്ങളിൽ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ട് ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ 200 രൂപ അല്ലെങ്കിൽ 150 രൂപ 160 രൂപയൊക്കെ ജോലി കൂലി ഉള്ള സമയമാണ്. ആ സമയങ്ങളിൽ ഇല്ലാത്ത പൈസ മുടക്കി കൊണ്ടുചെന്ന് കോടതികളിൽ ശിക്ഷിച്ച കോടതികളിൽ കൊടുക്കുകയും വക്കീൽമാർക്ക് കൊടുക്കുകയൊക്കെ ജീവിതത്തിൽ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരനുഭവം എനിക്ക് ഇങ്ങനെ തോന്നി, ഇനി മരിച്ചാൽ ഇതിനൊക്കെ പരിഹാരമെന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുവാൻ തയ്യാറായ എന്നെ ഈ സുവിശേഷ വേലയിലേക്ക് വന്ന ചില പ്രിയപ്പെട്ടവരെ തേടി എൻ്റെ ഭവനത്തിൽ കടന്നു വരുവാനിടയായി. ഞാൻ മറച്ചു വെച്ച അനേക വിഷയങ്ങൾ, ഞാൻ മാത്രം ചെയ്യാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ പറയുവാനിടയായി തീർന്നു. എൻ്റെ ഹൃദയം തകർന്നുപോയി. കാരണം ഞാൻ മാത്രം തീരുമാനിച്ച ഈ വിഷയങ്ങൾ, ഞാൻ മാത്രം ചെയ്യാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ എങ്ങനെ പുറത്തു വന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മനുഷ്യൻ്റെ ഉള്ളറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലൂടെയാണ് ആ പ്രിയപ്പെട്ടവരെ ഞാൻ മരിക്കാനിരിക്കുന്ന വിവരങ്ങൾ പറയാനിടയായി തീർന്നത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ അതുവരെയും നയിച്ച് എന്നെ അതുവരെയും കൊണ്ടു നടന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് പിന്നെ എൻ്റെ കൂടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. പിന്നത്തേത് ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഞാൻ പങ്കുചേർന്നു. ഒരു നല്ല ഒരു വിശ്വാസിയായി ഒരു ചർച്ചിലിരിപ്പാനിടയായിരുന്നു. എന്നെ സ്നാനപ്പെടുത്തിയ ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ സജിപ്പാഷ് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുകയാണ്. പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ കഴിവുള്ള ഒരു ദൈവം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതിലും ചെറിയ വിഷയമാണ് ഞങ്ങളുടെ വിഷയം, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ മരിക്കുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. പ്രിയ സ്നേഹിത, മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ അനുഭവങ്ങൾക്ക് അല്ലെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു നല്ല പോംവഴി ലഭിക്കാൻ കഴിയുന്നില്ല, ഒരു നല്ല സന്ദർഭം തരാൻ കഴിയത്തില്ല. എന്നാൽ പറയട്ടെ, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറായാൽ ഒരു നല്ല അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഈ പകൽക്കാലം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങൾ നിരവധി അനുഭവങ്ങളാണ്, നിരവധി പ്രശ്നങ്ങളാണ്. അതിൻ്റെ മധ്യത്തിൽ നിന്നാണ് കർത്താവ് എന്നെ വേർതിരിപ്പാനിടയായി തീർന്നത്. അതുകൊണ്ട് മദ്യപാനമോ കൊലക്കുറ്റത്തിൽ നിൽക്കുന്ന, കൊലക്കുറ്റം ചെയ്തിട്ട് ഒരുപക്ഷെ ഒളിവിൽ താമസിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയായിരിക്കാം, ഒരുപക്ഷെ സമൂഹത്ത് പറയാൻ പറ്റാത്ത പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ട് ഭവനത്തിൽ നിന്ന് മാറി നിന്നേക്കുമായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം, നിന്റെ സകല വിഷയങ്ങൾക്കും പരിഹാരം തരാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ ഇവിടെ ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ശ്രമിച്ചു
ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ അനുഭവത്തിൽ അനുഭവ സാക്ഷിയിലൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു മാനസാന്തരം ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അനുഭവം ഉണ്ടായി തീരട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇതുവരെയും കേൾക്കാൻ കഴിയാത്ത ഒരുപക്ഷെ അനുഭവിക്കാൻ കഴിയാത്ത ഒരു നല്ല സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിൽ, നല്ല സന്ദേശമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പക്ഷേ നിങ്ങൾക്ക് അതിലൂടെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ എളിയ അനുഭവസാക്ഷി ഇവിടെ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, സ്വർഗത്തിലെ മഹാദൈവത്തിൻ്റെ കരം കർത്താവേ, ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ മീഡിയയിലൂടെ കാണുന്നവരെ ദൈവം സഹായിക്കണമേ. അവർ രോഗത്തിൽ നിന്ന് ദൈവം വിടുതൽ കൊടുക്കണമേ. അനർത്ഥത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ. ജോലിക്ക് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ജോലി ദൈവം കൊടുക്കണമേ. ഏത് വിഷയത്തിൽ മേലാണ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങൾ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വിടുതലും സൗഖ്യം കൊടുത്ത് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിപ്പാൻ സ്വർഗം സഹായിക്കണമെന്ന് ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സമൂഹം കർത്താവേ, പാപത്തിന്റെ വലിയ കെണിയിൽ കിടന്നുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിലുള്ള യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അറിഞ്ഞ ക്രിസ്തുവിനെ ഞങ്ങൾ അറിഞ്ഞ ഈ മഹാ അനുഭവങ്ങളെ നിരവധി പ്രിയപ്പെട്ടവർക്ക് അറിയുവാൻ സ്വർഗം സഹായിക്കണമെന്ന് ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ചാനലിനായി ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇത് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം. അവരെ സന്തോഷിപ്പിക്കണം, തണുപ്പിക്കണം. കർത്താവെ, ഞങ്ങൾ ഈ പകൽക്കാലം നമ്മൾ പ്രാർത്ഥിച്ച് ഈ എളിയ സാക്ഷ്യം ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരും ഒരുപോലെ സഹായിക്കും, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ.